മറ്റൊരു വാർത്തയിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ ക്ലിഫ് ഹൌസ് മാർച്ചിൽ പോലീസ് കേസെടുത്തു. പോലീസിന് നേർക്ക് തീപ്പന്തം എറിഞ്ഞ് പരിക്കേൽപ്പിക്കാൻ ശ്രമിച്ചെന്ന് എഫ്ഐആറിൽ 28 പേർക്കെതിരെയാണ് കേസ്. ഷിജോ കുര്യന്റെ വിശദാംശങ്ങൾ നൽകാനായി. ഷിജോ, പ്രധാന നേതാക്കൾ ആരൊക്കെയാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്? എഫ്ഐആറിൽ പറയുന്നത് എന്താണ്? ജീന, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് തിരുവനന്തപുരത്ത് കണ്ടുവരുന്നത് ക്ലിഫ് ഹൗസിലേക്കും പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതിയിലേക്കും രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരുടെ ഒരു പ്രതിഷേധ മാർച്ചുകളൊക്കെയാണ്. ഇന്നലെ വൈകിട്ട് 9 മണിയോട് രാത്രി 9 മണിയോട് കൂടിയാണ് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ ഒരു പ്രതിഷേധ മാർച്ച് നടന്നത്. ഈ പ്രതിഷേധ മാർച്ചിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഈ പ്രതിഷേധക്കാർ വരുന്നതിന് മുൻപ് തന്നെ പോലീസ് ക്ലിഫ് ഹൗസിന് സമീപത്ത് ബാരിക്കേഡ് കെട്ടി പ്രവർത്തകരെ തടഞ്ഞിരുന്നു. എന്നാൽ ഈ പ്രവർത്തകർ വന്നയുടൻ തന്നെ യാതൊരു പ്രകോപനവും കൂടാതെ പോലീസിന് നേർക്ക് തീപ്പന്തം എടുത്തെറിയുകയാണ് ചെയ്തത്. ഇതേ തുടർന്നുകൊണ്ട് പോലീസും പ്രവർത്തകരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മുന്തുതള്ളും ഉണ്ടാവുകയും പിന്നീട് പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയും ചെയ്തിരുന്നു. ആദ്യഘട്ടത്തിൽ പോലീസിന് നേർക്ക് ഈ പറയുന്ന തീപ്പന്തമാണ് എടുത്തെറിഞ്ഞത്. അപ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നുണ്ട്, ഞങ്ങൾ ഇട്ടിരിക്കുന്നത് ബാഹുബലിയുടെ പടച്ചട്ടയൊന്നുമല്ല, പോലീസിന്റെ പടച്ചട്ടയാണ്, ഞങ്ങൾക്കും നോവും എന്നുള്ള കാര്യമൊക്കെ പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞിരുന്നു. മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെ SI ആയിട്ടുള്ള വിപിൻ ഗബ്രിയേലിന് നേർക്കാണ് തീപ്പന്തം എറിഞ്ഞപ്പോൾ പടർന്ന് പരിക്കരുത്. ഈ സംഭവത്തിലാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ മ്യൂസിയം പോലീസ് ഇപ്പോൾ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കണ്ടാൽ അറിയാവുന്ന 8 പേർക്കെതിരെയും കണ്ടാൽ അറിയാവുന്ന 20 പേർക്കെതിരെയും അങ്ങനെ 28 പേർക്കെതിരെ മ്യൂസിയം പോലീസ് വിവിധ വകുപ്പുകൾ പ്രകാരം കേസെടുത്തിട്ടുണ്ട്. BNS പ്രകാരം 6 വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. പോലീസ് ആക്ട് പ്രകാരം കേസെടുത്തിട്ടുണ്ട്. പൊതുമുതൽ നശിപ്പിച്ചതിനടക്കമുള്ള കേസുകളുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുക, അവരെ കൊല്ലാൻ ശ്രമിക്കുക തുടങ്ങിയ വകുപ്പുകളാണ് ഇതിനകത്ത് പ്രധാനമായിട്ടും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പൊതുമുതൽ അടക്കം നശിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ പോലീസിന് 80,000 രൂപയുടെ നാശനഷ്ടം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വരുത്തിയിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയാണ് 28 പേർക്കെതിരെ ക്ലിഫ് ഹൗസ് മാർച്ച് നടത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ മ്യൂസിയം പോലീസ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്.